ഇബ്രാഹിം നബിയെ പിൻപറ്റിയ റസൂലിനെ നമ്മൾ പിൻപറ്റുന്നു. ജൂത നസ്രാണികളോട് പോലും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിമിന്റെ വഴി പിൻപറ്റും എന്നാണ്. ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റും. ഇബ്രാഹിം യഹൂദിയൻ വല നസ്രാനിയൻ. ഇബ്രാഹിം പ്രവാചകൻ, അദ്ദേഹം യഹൂദി ആയിരുന്നില്ലല്ലോ, അദ്ദേഹം നസ്രാനി ആയിരുന്നില്ലല്ലോ, അദ്ദേഹം യേശുവിനെ ആരാധിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം ജൂതമതം സ്വീകരിച്ചിട്ടില്ലല്ലോ. ജൂതമതവും ക്രിസ്തുമതവും വരുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പ്രവാചകനാണ് അബ്രഹാം പ്രവാചകൻ. അദ്ദേഹം ആരെയാണ് ആരാധിച്ചിരുന്നത്? ഏകനായ സൃഷ്ടാവായ ഏകനായ ആ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിച്ചിരുന്നത്. അദ്ദേഹം ശിർക്ക് വെച്ചിരുന്നില്ല, അദ്ദേഹം 3 ദൈവങ്ങളെ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റൂ എന്ന് ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തിപത്രമായി പറഞ്ഞു കൊടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദിനെ ഉണ്ടാക്കിയൊരു മതമല്ല.